ഹലോ ഗെയ്സ്, ഞാൻ വീണ്ടും ഒരു ഹർത്താൽ ദിന വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ്. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഞാൻ ഐഷുവിനെ മദ്രസക്ക് പരീക്ഷയാണ്, അപ്പോൾ അതിനിങ്ങനെ കൊണ്ടാക്കാൻ എണീറ്റിക്കുകയാണ്. അവിടെ ചായയൊക്കെ കുടിച്ചിറങ്ങി ബൈക്കുമ്പോൾ ഇങ്ങനെ മദ്രസക്ക് കൊണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നൊരു ചായയൊക്കെ ഇങ്ങനെ കുടിച്ചിരിക്കുകയാണ്. ചായ കുടിച്ച് വന്നപ്പോൾ ഇങ്ങനെ നാളെ പരീക്ഷ കഴിഞ്ഞെത്തി. എത്ര വേഗം പരീക്ഷ കഴിഞ്ഞെത്തിയത്, എന്തെങ്കിലും എഴുതിക്കണോ ആവോ. പിന്നെ തന്നെ കണ്ടപ്പോൾ എമീൻ ഇതിങ്ങനെ വന്നിക്കണു. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ സെക്യൂറാക്കൂന് വിളിച്ചപ്പോൾ ഇറച്ചിപ്പീടി കണ്ടുകാരണം. അപ്പോൾ ഈ ഇറച്ചി വാങ്ങാൻ പോവാണ്. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് ഈ ക്യാമറ എന്താ ഒരു വരാന്ന്. അത് നമ്മൾ പെരുന്നാളിന് ഒരു പരിപാടി ഉണ്ടായില്ലേ, അന്ന് അതിൻ്റെ സെൻസർ അടിച്ചതാണ് ക്യാമറമ്മക്ക്. അപ്പോൾ ക്യാമറ പോയി. അപ്പോൾ ക്യാമറ മാറ്റാതെ ഇത് ക്ലീനാക്കാൻ വല്ല ഇതുണ്ടോയെന്ന് ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഇറച്ചി പീടിയിലെത്തി. ഇറച്ചിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇറച്ചിയൊക്കെ വാങ്ങി ഞങ്ങൾ ഉച്ചറക്കടവൊക്കെ ഇങ്ങനെ സെൻറ്ററിലെത്തിയപ്പോൾ ഹർത്താലല്ലേ, ഒരു കടയില്ല, വണ്ടികളൊന്നും കമ്മിയാണ്. അപ്പോൾ അവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ ഹോട്ടലിൽ വന്ന് കുറച്ച് പൊറാട്ട വാങ്ങി. ഹർത്താലല്ലേ, നമ്മളും ഉച്ചരിഞ്ഞിട്ടുള്ളൂ കട തുറക്കണത്. വീട്ടിലെത്തി ഇവലിങ്ങനെ കളിക്കുകയാണ്, ഓരോന്ന് എന്തൊക്കെയോ പറഞ്ഞാണ്. പിന്നെ അടുത്തത് പൊറാട്ട കഴിക്കണം. എമീനും ഉണ്ട്, ഇന്ന് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റാണ്. പൊറാട്ട ഉണ്ട്, ചായ ഉണ്ട്, മീൻകറി ഉണ്ട്. ഇതൊക്കെയാണ് രാവിലത്തെ സ്പെഷ്യൽ. പൊറാട്ടയൊക്കെ കൂട്ടി ഇങ്ങനെ അടിച്ചു. എമീനൊക്കെ നല്ല പൊറാട്ട ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, പേടിച്ചിങ്ങനെ. അപ്പോൾ ഇവനിവിടെ ഭയങ്കര അടി നടക്കുന്നുണ്ട്, രണ്ടാളും നല്ല അടിയാണ്. ഞാൻ ചെന്നപ്പോൾ രണ്ടാളും ഓലെ ഭാഗം ഇങ്ങനെ ആയികരിച്ചാണ്. ഓനാ കാട്ടിയത്, ഇവനാ കാട്ടിയത്. അത് കഴിഞ്ഞ് നമ്മളെ ചെറിയൊരു പ്ലാവുണ്ട്, അതുമ്പോൾ ഒരു ചക്ക ഇറക്കാണ്. ഒരു 2 വർഷമായിട്ടുള്ളൂ കുഴിച്ചിട്ടിട്ട്. അപ്പോൾ ഒരു 10 ചക്കയൊക്കെ ഉണ്ടായി. കുഴപ്പമില്ല, നല്ല ടേസ്റ്റും ഉണ്ട് ചക്ക. ഇതാണ് ചക്ക. അപ്പം ഇങ്ങനെ മുറിച്ച് നോക്കുകയാണ് നമ്മൾ. ശരിക്കും പോത്തിട്ടില്ല, ചെറുതായിട്ടായിട്ടുള്ളൂ. അപ്പോൾ പക്ഷികൾ കൊത്താണ്. അപ്പോൾ നമ്മളിങ്ങനെ അറുത്ത് വെക്കുകയാണ്, അത് മൂർന്ന് നോക്കുകയാണ്, അതിൽ വല്ലതും ഉണ്ടോക്കണമല്ലോ, ചിലതിൽ പറ്റിക്കലുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ വില കൊണ്ടപ്പോൾ ഒരു സെൽഫിയും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. എന്താ മക്കൾ നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട്, നമ്മൾ ഒഴിഞ്ഞ് കിട്ടിയിക്കല്ലേ. പിന്നെ ഐഷുവിനായിട്ട് ഇങ്ങനെ രാവിലെ അവൾക്ക് സ്കൂളുണ്ട്, അവളെ കൊണ്ടയാക്കാനുള്ള പരിപാടിയൊക്കെയാണ് സ്കൂൾക്ക്. അവൾക്ക് LSSൻ്റെ ക്ലാസ് ഉണ്ട്, അയ്മന് കളവാണ്. പിന്നെ ഞങ്ങൾ ഓളെ ഫ്രണ്ടിനെയും കൂട്ടി മോനാപ്പിണ്ട്, ഞങ്ങൾ അവിടേക്ക് പോയി. അപ്പോൾ ഓൾ മുട്ടായി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മുട്ടായി പീടിയിലൊക്കെ ചെന്ന് മുട്ടായൊക്കെ പോലെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് ഓളെ സ്കൂളിലെത്തി, MLP സ്കൂള് ചന്തപ്പടി. അപ്പോൾ ഓൾ മോനാപ്പിനോടൊക്കെ യാത്ര പറഞ്ഞ്, ഓനും ഈ സ്കൂളിലാണ് പഠിക്കാമെന്നൊക്കെ ഓളോട് ഇങ്ങനെ പറയും. അപ്പോൾ ഓനോടൊക്കെ പറഞ്ഞാണ് ഓര് രണ്ടാളും പോയി. അവർ പോയി. പിന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചിങ്ങനെ പോന്നു. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ. പിന്നെ എമീൻ ഇതവൻ്റെ കാറുമൊക്കെ ഇങ്ങനെ മെയിനായിരിക്കണം, എന്തൊക്കെയാണ് എനിക്ക് കാണിച്ചു തരികയാണ്. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, പല കളികൾ. അപ്പോൾ പിന്നെ ഇതാ റുവുണ്ട്. റുവി ഐമനും ഭയങ്കര കളിയിലാണ്, എന്തൊക്കെയോ ഓലെ ഭാഷയിലുള്ള കളികളാണ്. മുട്ടായി കൊടുക്കണു, ഓലെ എന്തൊക്കെയോ പരിപാടി അങ്ങോട്ട് പറയണു, ചാടി കളിച്ചണു. എനിക്കൊന്നും മനസ്സിലാണില്ല, നല്ല പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മളെ പൊണ്ടാട്ടി എന്നാണ് നല്ല ബീഫൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അത് ഷൂട്ട് ചെയ്തു. ഇത് പ്രിപ്പറേഷനാണ്. ഇതായി ബീഫുണ്ട്, നല്ല നെയ്ച്ചോറുണ്ട്. ബീഫും നെയ്ച്ചോറുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ പപ്പടയ്ക്ക് നിർബന്ധമല്ലേ, അപ്പോൾ പപ്പടം പൊരിക്കണം. പപ്പടം അല്ലാതെ എങ്ങനെ നെയ്ച്ചോറ് നമ്മൾ കഴിക്കുക. അപ്പോൾ പപ്പടം ഉണ്ട്, നെയ്ച്ചോറുണ്ട്, ബീഫുണ്ട്. പിന്നെ നമ്മളത് വിളമ്പുകയാണ്. കുറച്ചിങ്ങനെ പാത്രത്തിൽ കിട്ടു, കുഴപ്പമില്ലാതെ നമ്മൾ നല്ല കുഴപ്പമില്ലാത്ത ഇത് കണ്ടപ്പോൾ കുറച്ച് ചോറിട്ടു. പിന്നെ കുറച്ച് നമ്മളിന്ത് ബീഫ് ഇങ്ങനെ ഇടുകയാണ്. പിന്നെ അതൊക്കെ ബീഫ് വാരണം, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ബീഫൊക്കെ ഇട്ടു. പിന്നെ 2 കയ്യിൽ ബീഫൊക്കെ ഇട്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, പപ്പടം 2 നമ്മൾ എടുത്തു. പിന്നെ വേണ്ടത് അച്ചാറാണ്. അച്ചാറില്ലെങ്കിൽ ഒരു രസമല്ല. നല്ല മാങ്ങച്ചാറുണ്ട്, മാങ്ങ നാരങ്ങ മിക്സ് ആയിട്ടില്ലേ, വീട്ടിലുണ്ടാക്കി തന്നെയാണ്, കുഴപ്പമില്ലാത്ത സൂപ്പർ അച്ചാറാണ്.
പിന്നെ നമുക്ക് കഴിക്കാനാണ് തുടങ്ങുക. കുറച്ച് നല്ല സൂപ്പർ റൈസാണ്. അതിൽ കുറച്ച് ബീഫിൻ്റെ ഇതൊക്കെ വെച്ച് കറി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, കറീൻ്റെ ആവശ്യമല്ല. കുറച്ച് പപ്പടമൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് കുറച്ച് അച്ചാറോ അമ്മക്കടിയൊക്കെ ഇങ്ങനെ വെച്ചിങ്ങാണ് അതിങ്ങനെ മിക്സ് ആക്കിങ്ങാണ് അതിങ്ങനെ ഒരു പുടുത്തന്നെ കുടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് രണ്ടും ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ പിടിച്ചാൽ പെരും ടേസ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ല രണ്ടും. അയിമനൊക്കെ നല്ല വട്ടാണ്. പിന്നെ ഞങ്ങളത് കഴിച്ചു. അത് കഴിച്ച് പിന്നെ ആയിഷാനെ വീണ്ടും നമ്മൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോവാണ്. 2 മണിയായപ്പോൾ അവളെ സ്കൂൾ വിടുകയാണ്. അപ്പോൾ 1:30 ആകുമ്പോൾ നമ്മളവിടെ എത്തി. ഇതാണ് അവളെ സ്കൂൾ കഴിഞ്ഞ് ഓളെ ഫ്രണ്ടും അത് ഇറങ്ങി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഓളെ ഫ്രണ്ടിനെ വീട്ടിലാക്കിങ്ങാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്കൊക്കെ കയറി. പിന്നെ ഞാൻ ഒന്ന് കുളിച്ച് ഇതായി കടയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കട തുറക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇത് ഈ സ്കൂൾ നമ്മളെ സ്കൂളാണ്, പുത്തമ്പള്ളി സ്കൂള്. നമ്മൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച സ്കൂളാണ്. സ്കൂളിൽ ഇങ്ങനെ പോയി പിന്നെ കടയൊക്കെ ഇങ്ങനെ തുറന്നു. നമ്മൾ കടയിൽ തുറന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി. പിന്നെ ഓരോരോ കസ്റ്റമർ വന്ന് സാധനമൊക്കെ വാങ്ങി പോകൽ തുടങ്ങി. ഉണ്ണിക്കുട്ടനാണത്. പിന്നെ അതുപ്പാൻ്റെ അവിടെ എത്തി. ഒരു ചായ കുടിക്കാൻ കരുതി. നല്ല സ്ട്രോങ് ചായ ഒന്നിങ്ങനെ കുടിക്കാൻ തല ഇങ്ങനെ കുത്തുന്നുണ്ട്. കടികളൊക്കെ റെഡിയാണ്. നല്ലൊരു സ്ട്രോങ് ചായ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞിപ്പാനെ കണ്ടു. കുഞ്ഞിപ്പ എവിടേക്കോ പോകാനുള്ള പരിപാടിയിലാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഓല് രണ്ടാളും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് ചായക്കടൻ്റെ അവിടെ നിന്നുള്ളൊരു സീനറിയാണ്. നല്ല രസമാണ് ഇത് കാണാൻ. അവിടെ നിന്ന് ഇങ്ങനെ വണ്ടികൾ വരാൻ. പിന്നെ കടയിലെത്തിയപ്പോൾ ഇവർ പപ്പടമൊക്കെ വാങ്ങണു. ഷൺമുഖേട്ടൻ ഫോണുമ്മ കളിച്ചിരിക്കുകയാണ്. എന്തൊക്കെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശിവേട്ടൻ ആർക്കോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസിമാക്കും എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞ് വാങ്ങി മൂപ്പര് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിമ്മൊക്കെ കൊളത്തി മൂപ്പര ബൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഉണ്ണി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ ഇതാക്കി. അപ്പോൾ കസ്റ്റമർ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്. ബൈക്ക് വഴിയായി ഇങ്ങനെ വന്നു. അപ്പോൾ വൈജേട്ടനും കുട്ടികളും വന്നു. ഓല് പല സാധനങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. ഉള്ളിൽ കയറി മാഗിയൊക്കെ ഓൻ തന്നെ എടുക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കള്ളിപ്പിച്ചാണ് നമ്മളെ. ഓൽക്ക് വേണ്ട സാധനങ്ങൾ ഓല തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. ഉണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ഫോണുമ്മ കളിച്ചിരിക്കണു. അപ്പോൾ ഒരു മാധവേട്ടൻ അയിക്കടി അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ നാണിപ്പിയും പോകുന്നുണ്ട്. ഒരേ പോക്കാണ്. പോക്കിനിങ്ങനെ വൈകുന്നേരം ആവൽ തുടങ്ങി. നല്ല സീനറിയൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. സൂപ്പർ സീനറി ആയിട്ടില്ലേ. ക്യാമറയിൽ കൂടി അത്ര കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷേ നല്ല സൂപ്പർ സീനറി ആയിരുന്നു. പിന്നെ നമ്മളെ മനോജ് ചേട്ടൻ എന്തൊക്കെ സാധനം വന്ന് വാങ്ങുന്നുണ്ട്. ഉണ്ണീനാക്ക എന്തൊക്കെ സാധനം ചോദിച്ചിട്ടുണ്ട് വാങ്ങുന്നുണ്ട്. മുട്ടായൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് മൂപ്പര്. കുഞ്ഞുട്ടിയൊക്കെ വന്നിങ്ങാണ് പായൊക്കെ വാങ്ങിങ്ങാണ് പോയി. ഒരു ഗംഗാധരേട്ടൻ വന്ന് തക്കാളിയൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. മാധവേട്ടൻ എന്തൊക്കെയോ വാങ്ങിങ്ങാണ് പൈസയൊക്കെ തരുന്നുണ്ട്. പോക്കിന് കുക്ക് വന്നു. അപ്പോൾ നമ്മളെ ബിൽഡിംഗ് ഓണർ ഉസ്മാനാക്ക എന്തൊക്കെയോ വാങ്ങുന്നുണ്ട്. ദിയാനും ഉണ്ട്. എസ്കോട്ടൈങ്ങാണ്. പിന്നെ 9 മണിയായപ്പോൾ നമ്മൾ കടയിൽ കിടക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഇത്രയുള്ളൂ. ഓക്കേ.